കുറേ നാളായില്ല നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തിട്ട്. നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ പിന്നെ ഒരു കുട്ടി നൈറ്റ് ഔട്ട് കണ്ടാലോ? സോ ഗൈസ്, നമ്മളൊരു ഇന്നർ ഒരു ഫ്ലൈവേർഡ് ജീൻസ് കാണില്ല, അത് ഒരു ഷർട്ടുമാണ് വെയർ ചെയ്താണ്. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെയാണ് ഗൈസ്. പിന്നെ കല്യാണം കഴിഞ്ഞാൽ എൻ്റെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സാണ്, അവൻ്റെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സാണല്ലോ, അങ്ങനെയാണല്ലോ. അപ്പം അതുകൊണ്ട് നമ്മളിന്ന് ഇതാടാമാണ്. നമുക്ക് ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യുന്നുള്ള വേറെ ചെയ്യുന്നില്ല. സ്കിൻ കെയർ ചെയ്തിട്ട് വേറെ റെഡിയായി പോവാം. ഓക്കെ, ടോണറിന് ശേഷം സിറം നമ്മുടെ ഡ്രൈ ഔട്ട് ചെയ്യണം കേട്ടോ, എല്ലാം ഞാൻ ഡ്രൈ ഔട്ട് ചെയ്യണം. പിന്നെ ഞാൻ ഒരു മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസറൊക്കെ ഇട്ട് ഫേസ് നന്നായി മസാജ് ചെയ്യുക. നൈറ്റ് ആയതുകൊണ്ട് നമ്മൾ സൺസ്ക്രീനൊന്നും ഇട്ടുന്നില്ല, നമ്മൾ സ്കിപ്പ് ചെയ്യാണ്. നന്നായി ബ്ലെൻഡ് ചെയ്യുക. എനിക്ക് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കണം എൻ്റെ സ്കിൻ എപ്പോഴും. നന്നായി ബ്ലെൻഡ് ചെയ്യുക, സ്കിന്നായിട്ട് സെറ്റ് ആവണം. അപ്പം ഞാൻ ഈ 3 സ്പോട്ടുണ്ട്, അത് ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്. കുരു വന്നിട്ട് നിന്നതാണ്. അപ്പം നമുക്കത് കവർ ചെയ്യാം. ഞാൻ അത് മാത്രം കവർ ചെയ്യുന്നുള്ളൂ, വേറെ ഫൗണ്ടേഷനൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് അത് മാത്രം ഒന്ന് കൺസീൽ ചെയ്യുന്നുണ്ട്, സ്കിന്നായിട്ടൊന്ന് സെറ്റാക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ കളർ കറക്റ്റർ എടുത്തിട്ട് ആ 3 ഏരിയയിലൊന്ന് ജസ്റ്റ് ഒന്നിട്ട് അതൊന്ന് ഒരു 2 സെക്കൻഡ് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യും. എന്നിട്ട് നമ്മളൊരു ലൈറ്റ് ഷെയ്ഡ് കൺസീലർ വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് കവറപ്പ് ചെയ്ത് നമ്മുടെ സ്കിന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കുന്നുള്ളൂ. വേറെ ഓവറായിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല. അത് ഭയങ്കര പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല, ഞാൻ പൊതുവേ ചെയ്യാറില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടീസൊക്കെ വരുമ്പോൾ മാത്രമേ ഞാൻ ഫൗണ്ടേഷനും സാധനങ്ങളൊക്കെ ഇടാറുള്ളൂ. അപ്പോൾ ഇതുപോലെ ലൈറ്റായിട്ട് ഇടുന്നുണ്ട്. ബ്രഷിൻ്റെ ബാക്കിയായിട്ടോ ഞാൻ അവിടെ ഇവിടെയൊക്കെ തേച്ച് വയ്ക്കുന്നത്. അധികം കഴിഞ്ഞാൽ അവിടെ മാത്രം വേറൊരു കളറാവില്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തുള്ള ബാക്കി ആ ബ്രഷിനുള്ളത് മാത്രം ഞാൻ അവിടെ ഇവിടെയൊക്കെ തേക്കുന്നുള്ളൂ. അല്ലാതെ രണ്ടാമത് ഞാൻ എടുത്തിട്ട് എവിടെയും തേക്കുന്നില്ല. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റായി സ്കിന്നിലേക്ക് ഫിനിഷ് ഔട്ട്. അത് നമ്മുടെ സ്കിന്നായിട്ട് സെറ്റാവണം എല്ലായിടത്തും. അത് മാത്രം ഒരു കളറായിട്ട് അങ്ങനെ നിൽക്കരുത്, സ്കിന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. ഒന്ന് ലൈറ്റാക്കി എടുത്തോളൂ. ടിക്കറ്റ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ടൊന്ന്. നമ്മളെ സ്കിന്നിങ് പരിപാടി കഴിഞ്ഞു കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഇനി ഐബ്രോ ജസ്റ്റ് സെറ്റാക്കുന്നുള്ളൂ കേട്ടോ, എഴുതണമൊന്നുമില്ല. ക്യാപ്സ് മാത്രം ഒന്ന് ഫിൽ ചെയ്താൽ മതി. അങ്ങനെ ബേസിക് സ്കിൻ കെയറും പിന്നെ ഈ പിരകെഴുതലും കണ്ണെഴുതലും കൂടെ ഉള്ളൂ. ഇനിയിപ്പോൾ കണ്ണും കൂടെ എഴുതിയാൽ സെറ്റ്, വേഗം പോവാം. അപ്പോൾ എനിക്ക് ഇതിൽ ഫോൺ നോക്കിയിൽ എഴുതാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പുറത്ത് പോയി എഴുതി. അങ്ങനെ ലിപ്സ്റ്റിക്കും കൂടി കഴിഞ്ഞാൽ സെറ്റ്. ലിപ്സ്റ്റിക്ക് ഇല്ലാതെ പിന്നെ വേറൊരു കാര്യമില്ലല്ലോ, എങ്കിലും പോകുമ്പോഴും ലിപ്സ്റ്റിക്ക് വേണം. അങ്ങനെ അത് കഴിഞ്ഞ് പുറത്തുനിന്ന് വെയിൽ വന്നു തുടങ്ങി. ലേറ്റായിട്ട് വേഗം പോയി സ്പ്രേ ഒക്കെ അടിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായി. ഒരു കുട്ടി 2 കമ്മലും കൂടി ഇട്ടാൽ സെറ്റ്. അതും കൂടി ഇട്ട് നമുക്കങ്ങനെ പതുക്കെ ഇറങ്ങാം. ലേറ്റായി എന്ന് പറഞ്ഞാൽ ഭയങ്കര ലേറ്റായി കുറച്ച് ലേറ്റായെങ്കിൽ ഞങ്ങൾ വേഗം ഇറങ്ങി. വീട്ടിൽ നിന്ന് വേഗം ഇറങ്ങി. പോണ വഴിക്ക് തന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ ക്ലോസിങ് ടൈം 9 മണി വരെ എന്ന് പറഞ്ഞത്. അപ്പോൾ അവസാനം ഇനി ക്ലോസ് ആവുമോ എന്നുള്ള പേടിയായിരുന്നു. പോയി നോക്കിയപ്പോൾ ആണെങ്കിൽ ഫുൾ ട്രാഫിക്, അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഫുൾ വണ്ടി, റൗണ്ട് ഫുൾ ബ്ലോക്ക്. ഇറങ്ങാനോ ഒന്ന് വണ്ടി പാർക്ക് ചെയ്യാനോ ഒരു ആംബുലൻസ് വന്നിട്ട് പോലും കടത്തി വിടാൻ പറ്റാത്ത അത്രയും തിരക്കായി. പൂരത്തിന് പോലും ഇത്ര തിരക്ക് ഞാൻ കണ്ടിട്ടില്ല, അത്രയും തിരക്ക്. എനിക്ക് തോന്നുന്നത് ആകെ 2 ഡേയ്സേ ഉള്ളൂ.
അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. ഇതിപ്പോൾ ഒരുമാതിരി മറ്റേ വന്നിട്ടിട്ട് ഇറങ്ങാനും പറ്റിയില്ല, കാണാനും പറ്റിയില്ല ആ അവസ്ഥയായി. അങ്ങനെ അവസാനം വെറുതെ കാറിലിരുന്ന് കണ്ട് വീഡിയോ എടുത്ത് 2-3 ഫോട്ടോ എടുത്ത് ഇങ്ങോട്ട് പോന്നു. ഇറങ്ങിയൊരു ഫോട്ടോ എടുക്കാനോ ഒന്നും കാണാനോ ഒന്നും പറ്റിയില്ല. അക്രമ തിരക്കായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു പൂരപ്പറമ്പ് എങ്ങനെയാണ് അതുപോലെ ആൾക്കാരുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അത്ര തിരക്കും. ഇറങ്ങാത്തതിന് നല്ല സങ്കടമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഒരു ഗ്യാപ്പ് പോയിട്ട് ഒന്ന് നിർത്താൻ പോലും സ്ഥലം കിട്ടിയില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ വരണ വഴിക്ക് ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങി, ലോഡഡ് ഫ്രൈസ് വാങ്ങി. അപ്പോൾ അത് വാങ്ങി വീട്ടിൽ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതും കൊണ്ട് തിരിച്ച് വീട്ടിലെത്തി. സോ ഗൈസ്, തിരിച്ചു വന്നിരിക്കുന്നു. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ പറയണേ കേട്ടിട്ടുള്ളൂ. ഇന്ന് ശരിക്കും അതുണ്ടായേ. ബിക്കോസ് അവിടെ ചെന്നപ്പോൾ പൂര തിരക്ക് അടുക്കാൻ പറ്റണില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, പിന്നെ ലൈറ്റിംഗ് പരിപാടി ആയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ അകലെ നിന്നായാലും കണ്ടുപോരാലോ. അപ്പം അങ്ങനെ കണ്ട് ഫോട്ടോ എടുത്ത് പോകും. ഞങ്ങളുടെ ആയിട്ടൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, എൻ്റെ ഒന്നും ഒരുമിച്ചൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. യോഗ ഇല്ല അമ്മിനിയെ എന്ന് പറഞ്ഞ പോലെ യോഗ ഇല്ല. അപ്പോൾ ഫുഡൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കണം. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വരാം. സോ ഗൈസ്, ഒക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടികളും കഴിഞ്ഞതേ കിടക്കാൻ പോവാം. ഇന്നത്തെ ദിവസം എന്നാലും ഇങ്ങനെ ഒരു മൂഞ്ചലാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. സത്യമായിട്ട് ഒരുങ്ങി കെട്ടിപ്പോയപ്പോൾ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരുങ്ങില്ലായിരുന്നു. ഒരു കെട്ടടി കെട്ടിനെയൊക്കെ എടുത്തു. എന്തിന്? ഒരു കാര്യമില്ലാണ്ട്. എന്ത് ചെയ്യാനാ, അവസാനം അതെങ്ങനെ പോയി. അപ്പം അതൊക്കെ കഴിഞ്ഞതേ കിടക്കാൻ പോവാം. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. ഒരു മൂഞ്ചൽ സ്റ്റോറി കിട്ടിയില്ലേ, നല്ല അടിപൊളി മൂഞ്ചി പോന്നു. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. ഷോ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.